നേമത്ത് കോൺഗ്രസ് BJP വിജയിപ്പിക്കുന്നതിനുള്ള ശ്രമത്തിലാണ്. നേമത്തെ BJP വിരുദ്ധ സെക്കുലർ വോട്ടുകളെ ഭിന്നിപ്പിക്കുന്നതിന് കോൺഗ്രസ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നു. എങ്ങനെയൊക്കെ BJP വിരുദ്ധ സെക്കുലർ വോട്ടുകൾ വിഭജിക്കാം, ഭിന്നിപ്പിച്ചു കളയാം എന്ന തീവ്ര പരിശ്രമത്തിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയും കോൺഗ്രസിൻ്റെ നേതൃത്വം. BJPക്ക് ഭൂരിപക്ഷമില്ലാത്ത, BJPക്ക് വോട്ടില്ലാത്ത പ്രദേശങ്ങളിലാണ് കോൺഗ്രസിൻ്റെ മുഴുവൻ പ്രചരണ പ്രവർത്തനങ്ങളും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. BJPക്ക് ഒരു വോട്ട് പോലും ഇല്ലാത്ത സ്ഥലങ്ങൾ, BJPക്ക് ഇന്ന് വരെ കൗൺസിലർമാരില്ലാത്ത സ്ഥലങ്ങൾ, ആ ബെൽറ്റുകളിലാണ്, ആ സ്ഥലങ്ങളിലാണ് പൂർണ്ണ സമയം UDFൻ്റെ സ്ഥാനാർത്ഥി ചെലവഴിക്കുന്നത്. എന്ന് മാത്രമല്ല, ഇപ്പോൾ അവരുടെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ പരിപാടി, ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ഈ ജില്ലയിൽ വന്ന കോൺഗ്രസ് നേതാക്കളുടെ പരിപാടികൾ, ഇതെല്ലാം നിയമമണ്ഡലത്തിൽ കൊടുക്കുന്നു എന്ന് മാത്രമല്ല, നിയമമണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി തോക്കാൻ നിൽക്കുന്നതാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാനിത് പറയുന്നത് വേറെ തരത്തിലല്ല. ഇതുവരെയുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ അനുസരിച്ച് 3-ാം സ്ഥാനത്താണ്. അതിൽ നിന്ന് കയറി വരാൻ കഴിയുന്ന ഒരു മാജിക്കലായ സാഹചര്യമൊന്നും ഇന്ന് നേമത്തോ കേരളത്തിലോ ഇല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഈ ലഭിക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കൾ, KPCC നേതൃത്വം പരിപാടി നിശ്ചയിച്ചു കൊടുക്കുന്ന വിവിധ പരിപാടികൾ, ഇപ്പോൾ രേവന്തിൻ്റെ പരിപാടി, തെലങ്കാന CMൻ്റെ പരിപാടി നിശ്ചയിച്ചു കൊടുക്കുന്നത് ആരാ? KPCCയുടെ നേതൃത്വം നിശ്ചയിച്ചു കൊടുക്കുന്ന പരിപാടിയാണല്ലോ. മണ്ഡലങ്ങൾ നിശ്ചയിക്കുന്നത് ആരാ? അപ്പോൾ അതെല്ലാം നേമത്ത് കൊടുക്കുകയാണ്. നേമത്ത് കൊടുക്കുമ്പോൾ നേമത്ത് തന്നെ ഇവിടെ കൊടുക്കുന്നു. BJPക്ക് ഒരു സ്വാധീനവുമില്ലാത്ത കേന്ദ്രങ്ങളിലാണ്. അത് BJPക്ക് സ്വാധീനമില്ലാത്ത സെക്കുലർ വോട്ട് ബാങ്കുകളിൽ വിള്ളലുണ്ടാക്കുന്നതിന്, അതിലൂടെ BJPയെ രക്ഷിക്കുന്നതിനും BJPയെ വിജയിപ്പിക്കുന്നതിനും കോൺഗ്രസ് നേമത്ത് ആസൂത്രിതമായി പ്രവർത്തിക്കുന്നു എന്നതാണ് ഞങ്ങൾക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയ കാര്യം. ഈ പറയുന്ന സംഘടന SDPI അന്ന് ആർക്ക് വേണ്ടിയാണ് പരസ്യമായി പ്രചരണത്തിന് ഇറങ്ങിയത്? ശ്രീ ശശി തരൂരിന് വേണ്ടിയിട്ട്. എന്തായിരുന്നു അന്നവരതിന് കാരണമായി പറഞ്ഞത്? ആ വോട്ട് സ്വീകരിക്കാൻ കോൺഗ്രസും കാരണമായി പറഞ്ഞു. അന്നവർ പറഞ്ഞത് BJP ഇവിടെ വിജയസാധ്യതയുള്ളൊരു മണ്ഡലമാണ്. അപ്പോൾ BJPയെ പരാജയപ്പെടുത്താൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ശശി തരൂരിനെ പിന്തുണയ്ക്കുന്നു. അതല്ലേ അന്ന് പറഞ്ഞേ? അന്ന് പരസ്യ പ്രചരണം തന്നെ ഉണ്ടായിരുന്നല്ലോ. ഇതേ സംഘടനയല്ലേ, ഇതേ ആളുകളല്ലേ, ഇതേ മണ്ഡലമല്ലേ, ഇതേ നിയമമല്ലേ, ഇതേ ജില്ലയല്ലേ? അതിനവർ പറഞ്ഞ യുക്തി എന്താ? ആ യുക്തി BJP തോൽപ്പിക്കണമെന്ന യുക്തി. അതിനുവേണ്ടി ശശി തരൂരിന് വോട്ട് ചെയ്യണം. ഇപ്പോൾ അതേ സംഘടന പറയുന്നു BJPയെ തോൽപ്പിക്കണം, അതിനുവേണ്ടി പ്രായോഗികമായി അന്ന് ശശി തരൂരായിരുന്നെങ്കിൽ ഇപ്പോൾ ഇവിടെ ഈ മണ്ഡലത്തിൽ ശിവൻകുട്ടിക്കാണ് വോട്ട് ചെയ്യേണ്ടത് എന്ന് അവർ പറയുന്നു. അതിനിപ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യാനാണ്? പക്ഷേ ദൗർഭാഗ്യവശാൽ കോൺഗ്രസ് അവിടെ ചെയ്യുന്ന പണി എന്ത് ജസ്റ്റിഫിക്കേഷനാണ്? നിയമമണ്ഡലത്തിൽ BJPക്കൊരു സ്വാധീനവുമില്ലാത്ത കേന്ദ്രങ്ങളിൽ കോൺഗ്രസ് നടത്തുന്ന ഈ പ്രത്യേക പ്രചരണ പരിപാടിക്ക് പറയാനുള്ളത്, ഇനി BJPക്ക് നല്ല ശക്തി കേന്ദ്രങ്ങളുണ്ടല്ലോ അവിടെ. BJPക്ക് വോട്ട് പിടിക്കുന്ന, BJPയുടെ കൗൺസിലർമാർ തുടർച്ചയായി ജയിക്കുന്ന വാർഡുകളുണ്ട് നേമത്ത്. അവിടെയൊന്നും കോൺഗ്രസിൻ്റെ ഒരു പ്രത്യേക പ്രചരണമോ വലിയ ഇൻവോൾവ്മെൻറ്റോ കാണുന്നില്ല. അപ്പോൾ അത് വളരെ വിസിബിളല്ലേ?